ഈ പരീക്ഷാ കാലത്തിന് ശേഷം കായികമേളയുടെ ഒരു ചൂടിലേക്ക് കടക്കണം. ജീവിതമാണ് ലഹരി, അറിവാണ് ലഹരി. നമ്മുടെ ജീവിതം ആ ഒരു ലെവലിൽ മുന്നോട്ട് കൊണ്ടുപോയി ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈ ഒരു ലക്ഷ്യത്തോടെ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിലെ കേഡറ്റ് വിഭാഗങ്ങളും ലഹരി വിരുദ്ധ ക്ലബും അതോടൊപ്പം കല്ലറക്കൽ ഫൗണ്ടേഷൻ ഇന്ന് കേരളത്തിലെ ഫുട്ബോളിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കല്ലറക്കൽ ഫൗണ്ടേഷൻ. ഈ സന്തോഷ് ട്രോഫിയിൽ പങ്കെടുക്കുന്ന കേരള ടീം അംഗങ്ങളുടെ ആ ഒരു പരമ്പരകളിലേക്ക് യാത്ര ചെയ്ത് അവരെ ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. ഈ കല്ലറക്കൽ ഫൗണ്ടേഷൻ ഫുട്ബോളിനെ പുനരുജ്ജീവിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ട ചെയ്ത ഏറ്റവും വലിയ കാര്യം. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന കളിയാണ് ഫുട്ബോൾ. അതിൻ്റെ ഏറ്റവും വലിയ മാമാങ്കമാണ് നടക്കാൻ പോകുന്ന ലോകകപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു കളിയിലൂടെ നമ്മൾ നമ്മുടെ കായിക വിനോദത്തിലൂടെ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ശ്രമം ഈ കല്ലറക്കൽ ഫൗണ്ടേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആ കല്ലറക്കൽ ഫൗണ്ടേഷന്റെ പ്രധാന ഡയറക്ടറാണ് സ്റ്റീഫൻ ആന്റണി എന്ന ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്ന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് ഇന്ന് നമ്മുടെ അതിഥിയായി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജിത്ത് അവർകൾ, അതോടൊപ്പം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നമ്മോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ ഷിജോയ് അവർകൾ, നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട മിസ്സസ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ അതിഥിയായി ഇന്ന് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ സാജിത്ത് അവർകൾ, നമ്മുടെ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ്, ഈ കല്ലറക്കൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്യുന്ന അതിന്റെ ഡയറക്ടർ ശ്രീ സ്റ്റീഫൻ ആന്റണി അവർക്ക്, എല്ലാവർക്കും ഈ വിദ്യാലയത്തിന്റെ പേരിൽ ഈ പ്രോഗ്രാമിന്റെ പേരിൽ ഹൃദയം നമുക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുന്നതിന് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ ആന്റണി സാറിനെ ക്ഷണിക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എന്റെ പേര് സാർ പറഞ്ഞു, സ്റ്റീഫൻ ആന്റണി കല്ലറക്കൽ. ഞാൻ കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ ഒരു 50,000-ൽ കൂടുതൽ കിലോമീറ്റർ യാത്ര ചെയ്താണ് ഞങ്ങൾ ഈ ലഹരിമുക്ത ബാല്യം അല്ലെങ്കിൽ ലഹരിമുക്ത ഭാരതം, കളിക്കളമാണ് ലഹരി എന്നുള്ള ഒരു സന്ദേശവുമായി യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ഈ യാത്രയിൽ ഞങ്ങൾ 1959 മുതൽ കേരളത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി കളിച്ച മലയാളികളായ എല്ലാ ഫുട്ബോൾ കളിക്കാരെയും ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരുപാട് മോട്ടിവേഷണൽ ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചാൽ, ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം, കളിക്കളമാണ് ലഹരി. നിങ്ങളെല്ലാം കളികൾ ഇഷ്ടപ്പെടുന്നവരാണോ? ഇവിടുത്തെ സാറുമാർ കളിക്കാൻ സമയം തരാറുണ്ടോ? അതാണ്, നല്ല സാറുമാരാണ് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ വേൾഡ് കപ്പ് നടക്കാൻ പോവാണ്. 1930 സ്റ്റാർട്ടായി 2022 എത്തിയിരിക്കുന്ന ഈ വേൾഡ് കപ്പ് എത്രാമത്തെ വേൾഡ് കപ്പ് എന്നറിയോ ആർക്കെങ്കിലും? ഇത് 23ാമത്തെ വേൾഡ് കപ്പാണ്. 23ാമത്തെ വേൾഡ് കപ്പ് നടക്കുന്നത് അമേരിക്ക, കാനഡ, മെക്സിക്കോ ഈ 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. 104 മത്സരങ്ങൾ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ഒറ്റ സൗണ്ടിൽ ഒരേ ഉത്തരം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പറയോ? ശരിക്കും പറയോ? ഈ വർഷത്തെ വേൾഡ് കപ്പ് ആര് ജയിക്കും? ഇത് ഒരു നടക്ക് പോകൂല. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാം. അർജന്റീന ഫാൻസ് മാത്രം ഒന്ന് കൈവയ്ക്കുക. അർജന്റീന ഫാൻസ് മാത്രം കൈവയ്ക്കാൻ മാത്രം മതി. ചേരിയില്ലേ? അർജന്റീന, ബ്രസീൽ, ബ്രസീലിന് ശക്തി കൂടുതൽ. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, പോർച്ചുഗൽ,
സ്റ്റീഫൻ ആന്റണി, ഞങ്ങളുടെ ഹെഡ്മിനിസ്റ്റർ രക്തകല ടീച്ചർ, PTA പ്രസിഡന്റ് ഷിജോയ് സേവ്യർ, ഇവിടെ ഇപ്പോൾ സ്വാഗതം ആശംസിച്ച നിങ്ങളുടെ അധ്യാപകൻ ജോർജ് അലോഷ്യസ്, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ടവരെ, ലഹരിക്കെതിരെ കായിക ലഹരി എന്നൊരു മഹത്തായ ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോൾ ഇവിടെ കല്ലറിക്കൽ ഫൗണ്ടേഷനുമായി സഹകരിച്ചുകൊണ്ട് SDPY KPMHSലെ കുട്ടികളും അധ്യാപകരും എല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. നല്ല വെയിലുണ്ട്, കുറേ പേർക്ക് ഗ്യാപ്പൊക്കെ ഉണ്ട്, മറ്റു ചിലർ ഗ്യാപ്പില്ലാതെ ഇങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ അവരുടെ മുഖത്ത് നോക്കിയായിരുന്നു. ഇപ്പൊ 2 മിനിറ്റാണ് എൻ്റെ സമയം. ഏതായാലും 2 മിനിറ്റ് പോലും ഞാൻ എടുക്കണില്ല. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ലഹരി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത് ഫുട്ബോളാണ്. സംശയമുണ്ടോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ്? പക്ഷെ ഞാൻ പറയും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ്. അപ്പോ റൊണാൾഡോ ആരാധകരെല്ലാം അദ്ദേഹത്തിന്റെ ചില വാചകങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച് അതനുസരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. മെസ്സിയുടെ ആരാധകരുണ്ട് ഇല്ലേ? മെസ്സിയും അതുപോലെ തന്നെ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഫുട്ബോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ഒരു സംശയമില്ല. നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാ? അങ്ങനെയല്ല, നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരാ? ടീച്ചർ. ഓക്കെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പുറകെ മറ്റൊരു ലഹരിക്കാരൻ നടക്കുന്നുണ്ട്. മയക്കുമരുന്നും മദ്യമൊക്കെ നിങ്ങൾ അതിനെ അടിമകളാക്കാൻ വേണ്ടിയിട്ട് കുറെ പേര് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് സൂക്ഷിച്ചോളണം കേട്ടാ. സർക്കാരിന്റെ മുമ്പിൽ ഒരു കണക്കുണ്ട്. ഇവിടെ ശ്രദ്ധിക്കും. സർക്കാരിന്റെ മുമ്പിൽ ഒരു കണക്കുണ്ട്. ക്രിമിനൽസ് ആയ ജയിലിൽ കിടക്കുന്ന 100 പേര് അവര് സർക്കാർ സർവേ നടത്തിയപ്പോ അതില് 70 പേരും അവരുടെ 15 വയസ്സിന് മുമ്പ് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങിയവരാണ് എന്നുള്ളതാണ് കണക്ക്. അത്ര മാരകമായ ഒരു സിറ്റുവേഷനാണ്. എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ിലോ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഉപയോഗിച്ചവരാണ് ഇന്ന് ഏറ്റവും വലിയ ക്രിമിനൽ ആയി ജയിലിൽ കിടക്കുന്നത് 70% പേരും എന്നാണ് സർക്കാരിന്റെ മുമ്പിലുള്ള കണക്ക്. അപ്പൊ നിങ്ങളെയും അതിൽ പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം പലരും നിങ്ങളുടെ സുഹൃത്ത് എന്നുള്ള രൂപത്തിലോ പരിചയക്കാരെന്നുള്ള രൂപത്തിലോ ഒക്കെ നിങ്ങളെടുത്ത് വന്നാൽ നിങ്ങൾ അതിന് വഴിപ്പെടരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് പ്രയാസം തോന്നിയാൽ നിങ്ങളുടെ അച്ഛനമ്മമാരോട് പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാരോട് പറയണം. അങ്ങനെ പറഞ്ഞ് ഇതിനെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ നമുക്ക് മാറ്റണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടവനക്കാട് ഗ്രാമം ഈ ഏപ്രിൽ മാസത്തിൽ ഒരു സാധനം ഒരുക്കാൻ പോകുന്നത് എല്ലാ വാർഡിലും. എന്തുകൊണ്ടാണ്? എല്ലാ വാർഡിലും ഒരു കളിക്കളം. 16 വാർഡുണ്ട് എടവനക്കാട്. 16 വാർഡിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു കളിക്കളം എടവനക്കാട് പഞ്ചായത്ത് അതിനുവേണ്ടി 1,60,000 രൂപ കഴിഞ്ഞ ശനിയാഴ്ചയാണ് അതിന് അംഗീകാരം കിട്ടിയത്. രണ്ടാമത് വരുന്ന 2 വർഷത്തിനുള്ളിൽ ഒരു പ്രീമിയം സ്പോർട്സ് ഹബ്ബ് ഈ എടവനക്കാട് പഞ്ചായത്തിന് സ്വന്തമായി ഫുട്ബോൾ കളിക്കാൻ, ക്രിക്കറ്റ് കളിക്കാൻ, അങ്ങനെ തുടങ്ങി ഒട്ടേറെ ഗെയിംസുകൾ നടത്താൻ കഴിയുന്ന, അതിനുവേണ്ടി ഈ വർഷം സ്ഥലം വാങ്ങാൻ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരു തുടക്കം എന്ന നിലയിൽ 15 ലക്ഷം രൂപ ഇപ്പൊ തന്നെ വകയിരുത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളുടെ കളികൾക്ക് വേണ്ടിയിട്ടുള്ള, കളിയുന്ന ലഹരിക്ക് വേണ്ടി നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാം. ജീവിതമാണ് ലഹരി. നിങ്ങൾ ആ രൂപത്തിൽ നന്നായിട്ട് കളിച്ച് നന്നായിട്ട് പഠിച്ച് ഈ നാടിന്റെ ഭാവി താരങ്ങളായി, അതിൽ ഫുട്ബോൾ താരങ്ങൾ ഉണ്ടാകാം, ക്രിക്കറ്റ് താരങ്ങൾ ഉണ്ടാകാം, ടീച്ചർ ഉണ്ടാകാം, അതോടൊപ്പം തന്നെ മറ്റ് ഉദ്യോഗസ്ഥരുണ്ടാകാം, ചില ജനപ്രതിനിധികൾ ഉണ്ടാവാം, ഭാവിയിൽ ചിലപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരാകാം, മെമ്പർമാരാകാം. അങ്ങനെ
നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അർത്ഥത്തിലും വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ പ്രോഗ്രാം ഉദ്ഘാടനത്തിനായിട്ട് അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ 1930 നമ്മുടെ വേൾഡ് കപ്പ് ആരംഭിച്ചത്. 23ാമത് വേൾഡ് കപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് നടക്കുന്നത്. അപ്പോൾ ഇതിനു മുന്നോടിയായി ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ട് കല്ലറക്കൽ ഫൗണ്ടേഷൻ ഇന്ന് ഇവിടെ എത്താനും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമയം കണ്ടെത്തിയതിനും അവർക്ക് ഒരു നന്ദി കൂടി പറയുകയാണ്. അവർക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും ആശംസ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. നമ്മുടെ വിദ്യാലയത്തെ സംബന്ധിച്ച് വൈപ്പിൻ കേരളയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന SDPY KPM ഹൈസ്കൂൾ എന്നുള്ള വിദ്യാലയമാണ്. വൈപ്പിൻകരയിലെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിൽ നമുക്ക് വൈപ്പിൻ നിയോജക മണ്ഡലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന SSLC പരീക്ഷ എഴുതുന്ന ഒരു വിദ്യാലയമാണ്. കായിക മേളയിലാണെങ്കിലും മറ്റ് യൂത്ത് ഉത്സവം തുടങ്ങിയവയിലാണെങ്കിലും വളരെയധികം സമ്മാനങ്ങൾ നേടി മികച്ച പ്രകടനത്തോടുകൂടിയാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. വളരെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ലഹരി മുക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ചടങ്ങിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കേരള ഫൗണ്ടേഷന്റെ ഡയറക്ടർ സ്റ്റീഫൻ ആന്റണി അവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കായി ഷെയർ ചെയ്യുക. അപ്പോ ഇതുപോലൊരു വീഡിയോ നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ കോളേജിൽ, നിങ്ങളുടെ അക്കാഡമിയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. അപ്പൊ ഈ സ്കൂളിലെ കുട്ടികൾക്കും ഇവിടുത്തെ മാനേജ്മെന്റിനും ഒരു വലിയ താങ്ക്സ് പറയുകയാണ്. താങ്ക് യു.